പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയിലെ ഫലശ്രുതിയുടെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ദേവീ പാദപയോജ പൂജനമിതി ശ്രീഭദ്രകാളി അഷ്ടകം രോഗൗഘാഘ ഖനാനിലായിതമിദം പ്രാതഃ പ്രഗേയ പഠൻ ശ്രേയശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയീം ശ്രീദേവീമനപായിനീം ഗതിം അയൻ സോയം സുഖീ വർത്തതേ. ദേവീ പാദപയോജ പൂജനമിതി ശ്രീഭദ്രകാളി അഷ്ടകം രോഗൗഘാഘ ഖനാനിലായിതമിദം പ്രാതഃ പ്രഗേയ പഠൻ ശ്രേയശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയീം ശ്രീദേവീമനപായിനീം ഗതിമയൻ സോയം സുഖീ വർത്തതേ. ആദ്യമായി ഈ ഫലശ്രുതിയിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ദേവീപാദ പയോജ പൂജനം ഇതി, ദേവിയുടെ പാദകമല പൂജ എന്ന തരത്തിലുള്ള ഈ ശ്രീഭദ്രകാളി അഷ്ടകം ഇതം ഇവിടെ, ഇവിടെ എന്നുള്ള ആ പദത്തിന് ആയുഷ്കാലത്ത് അല്ലെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്നുള്ള അർത്ഥമാണ് സ്വീകരിക്കേണ്ടത്. രോഗൗഘാഘ ഖനാനിലായിതം, ഈ സമസ്ത പദത്തെ രോഗ ഔഘ അഘ ഖനാനില അയിതം എന്നിങ്ങനെ ഇഴപിരിച്ച് വേണം ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്. രോഗ ഔഘം എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ പ്രവാഹമെന്നാണ്. എന്ന് പറയാൻ ഇടമുറിയാത്ത രോഗം, ഒന്നിന് പുറകെ ഒന്നായി ഓരോരോ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ രോഗങ്ങളുടെ പ്രവാഹത്തെയാണ് രോഗൗഘമെന്ന് പറയുന്നത്. അഘം എന്ന് പറഞ്ഞാൽ പാപമാണ്. ഖനാനില, ഖനം മേഘമാണ്. ഇവിടെ ഈ രോഗൗഘ അഖഖനാനില അയിതമെന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ പ്രവാഹം, പാപമേഘം എന്നിവയെ അടിച്ചു പറത്തിക്കളയുന്ന കാറ്റുപോലെയുള്ള ഈ ശ്ലോകം. പ്രാതഃ പ്രഭാതത്തിൽ, പ്രഗേയ പ്രകർഷേണ ആലപിച്ചാൽ, ഗാനം ചെയ്താൽ, പഠൻ ഗാനം ചെയ്താൽ മാത്രം പോരാ, പഠിക്കുകയുടെ വേണം, പഠിക്കുകയും ചെയ്താൽ, ഗാനം ചെയ്യുകയും പഠിക്കുകയും ചെയ്താൽ, ശ്രേയ ശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ, ശ്രേയസ്സിനെയും ഐശ്വര്യത്തെയും ശിവകീർത്തിയെയും സംശുദ്ധമായ ധനത്തെയും സംപ്രാപ്യ എന്ന് പറഞ്ഞാൽ നേരാവണ്ണം വേണ്ട വിധത്തിൽ നേടിയെടുക്കാനായി സാധിക്കും. സമ്പന്മയീം സമ്പദ് സ്വരൂപിണിയും അനപായിനിയും അപായമടയാത്തവളുമായ എന്നാൽ നാശവിഹീനയുമായ ശ്രീദേവീം ഐശ്വര്യവത്തായ ദേവിയിൽ തന്നെ ഗതിം അയൻ പരമഗതിയെ പ്രാപിച്ച് സാ അയം അങ്ങനെയുള്ള അവൻ അല്ലെങ്കിൽ ഇവൻ, ആരാണോ ഇങ്ങനെ ചെയ്യുന്നത് അവൻ, സുഖീ വർത്തതേ സുഖിയായി വർത്തിക്കുന്നതാണ്. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. ദേവിയുടെ പാദകമല പൂജ നടത്താനുള്ള
അർച്ചനാ സ്തോത്രമാണ് ഭദ്രകാളി അഷ്ടകം എന്ന ഈ കൃതി. രോഗപാപാദികളാകുന്ന മേഘജാലങ്ങളെ അടിച്ചു ദൂരത്തേക്ക് പായിച്ചു കളയുന്ന കാറ്റിനെ പോലെ ശക്തിമത്തായ ഈ കൃതി പ്രഭാതത്തിൽ അർത്ഥമറിഞ്ഞ് ഭക്തിപൂർവം നന്നായി ആലപിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം ശ്രേയസ്സും ഐശ്വര്യവും ശിവകീർത്തിയും സംശുദ്ധവും അഴിവറ്റതുമായ സമ്പത്തും സംപ്രാപ്യമായി തീരുന്നതാണ്. കൂടാതെ സമ്പന്മയിയും അവിനാശിയുമായ ദേവിയിൽ തന്നെ ലയിച്ചു ചേർന്ന് നിത്യസുഖമനുഭവിക്കാനും അങ്ങനെയുള്ളവർക്ക് സാധിക്കുന്നതാണ്. ഒരു കൃതിയുടെ പഠനത്തിലൂടെ സംസിദ്ധമായിത്തീരുന്ന ഫലപ്രാപ്തിയെപ്പറ്റി വർണ്ണിക്കുന്ന ഉപസംഹാര ശ്ലോകമാണ്, അല്ലെ ഉപസംഹാര മന്ത്രമാണ് ഫലശ്രുതി. ഔപനിഷദ സ്വഭാവമുള്ള കൃതികളിലാണ് ഫലശ്രുതി സാധാരണ ചേർക്കപ്പെട്ട് കാണുന്നത്. ഗുരുകൃതമായ ഭദ്രകാളി അഷ്ടകം ധ്യാനാത്മക സ്വഭാവത്തോടു കൂടിയ ഒരു കൃതിയാകുന്നു എന്നാണ് ഗുരു തന്നെ എഴുതി ചേർത്തിരിക്കുന്ന ഫലശ്രുതി വ്യക്തമാക്കി തരുന്നത്. ദേവിയുടെ പാദകമലപൂജ നടത്താനുള്ള അർച്ചനാസ്തോത്രമാണ് ഈ ഭദ്രകാളി അഷ്ടകം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ശരിയായി തന്നെ മനസ്സിലാക്കേണ്ടതാണ്. താമരയിൽ പദമൂന്നി നിൽക്കുന്ന നിലയിലാണല്ലോ ദേവി സ്വരൂപ ചിത്രങ്ങൾ കൂടുതലും കാണപ്പെടുന്നത്. താമര ഹൃദയപ്രതീകമാണ്. ദേവീ വിഗ്രഹത്തിൻ്റെ ഭൗതിക സത്താവിശേഷങ്ങളുടെ ജ്ഞാനസ്വരൂപത മനനം ചെയ്ത് ദേവിയെ പ്രകീർത്തിക്കാൻ പഠിക്കണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ. രോഗങ്ങളുടെ ഇടമുറിയാത്ത പ്രവാഹത്തെയും പാപമേഘങ്ങളെയും അടിച്ചു പറത്തിക്കളയുന്ന കാറ്റാണ് ഈ അഷ്ടകമെന്നാണല്ലോ ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത്. രോഗങ്ങളും പാപബോധവുമൊക്കെ അജ്ഞാനജന്യങ്ങളാണ്. ശുദ്ധജ്ഞാനത്തെ ഊതിത്തെളിച്ചെടുത്ത് സാക്ഷാത്കരിച്ചാൽ രോഗങ്ങളിൽ നിന്നും പാപമേഘങ്ങളിൽ നിന്നും മുക്തി നേടാൻ സാധിക്കുന്നതാണ്. ഈ ഭദ്രകാളി അഷ്ടകം അർത്ഥമറിഞ്ഞ് പ്രഭാതത്തിൽ പ്രകർഷേണ ആലപിക്കുകയും പഠിക്കുകയും ചെയ്താൽ സർവ ഐശ്വര്യസിദ്ധിയും ലഭിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. പ്രഭാതം എന്ന പദത്തിന് ഈ സന്ദർഭത്തിൽ കുട്ടിക്കാലം എന്ന അർത്ഥമാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. കുട്ടിക്കാലത്തു തന്നെ ഈ അഷ്ടകം അർത്ഥമറിഞ്ഞ് വേണ്ട വിധം ആലപിക്കുകയും വ്യാഖ്യാനം ചെയ്ത് സാക്ഷാത്കരിക്കുകയും നിത്യജപം നടത്തുകയും ചെയ്താൽ ജ്ഞാനാഗ്നിപ്രഭാവത്താൽ നിത്യസുഖ സംപ്രാപ്തി നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് ഈ ഫലശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫലശ്രുതിയെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഇതോടുകൂടി ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ രചിച്ച ഭദ്രകാളി അഷ്ടകം എന്ന മഹത് കൃതിയുടെ പഠനം ഇവിടെ പൂർത്തിയാകുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.